ഷാനവാസ് എന്ന് പറയുന്ന ആള് പ്യോർ ജെനുവിൻ ആണ്. അതെനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു ഗെയിം ഇത്രയും ദിവസം കണ്ടതിലേക്കും വെച്ചിട്ട് വലിയ അത്യുഗ്രൻ ഗെയിം പെർഫോമൻസ് തന്നില്ലെങ്കിലും ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു നന്മയുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നെവിന്റെ കേസ് ആണെങ്കിൽ പോലും ഐ വാസ് ലിറ്ററലി വെയിറ്റിംഗ് ഫോർ ദിസ് ഡേ. ലാലേട്ടൻ എന്ത് പറയുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പച്ചയായ മനുഷ്യനുണ്ട്. പിന്നെ അതില്ല നോറയുടെ നിലപാട്. നോറ ഈസ് ഓക്കെ, ആള് പിന്നെയും കുറച്ചും കൂടി പ്രാക്ടിക്കലും തിങ്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതിലൂടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ ഒരു കാര്യം പറയുമ്പോൾ നെവിന്റെ കൂടെ, റിയാസ് ഒരു കാര്യം പറയുമ്പോൾ റിയാസിന്റെ കൂടെ, ഇതൊക്കെ കഴിഞ്ഞ് ഷാനവാസ് ഒരു കാര്യം പറയുമ്പോൾ ഷാനവാസിന്റെ കൂടെ ഒന്നിനും ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല, മനസ്സിലായി, ഒരു നിലപാടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആദില എന്ന് പറയുന്ന വ്യക്തിയെ കട്ടപ്പ എന്നുള്ളൊരു പേര് അവിടെ വിളിച്ചത്. അനുവും ശൈത്യവും അല്ല, സത്യം പറഞ്ഞാൽ റിയൽ കട്ടപ്പ ആദില എന്ന് തന്നെയാണ് ഞാൻ പറയും. പക്ഷെ അവരത് മനസ്സിലാക്കി ഷാനവാസായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഷാനവാസ് അവിടെ വ്യക്തമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തികെട്ട കാർഡ് ഇറക്കരുതെന്ന് നമ്മുടെ നെവിനോട് പറഞ്ഞപ്പോൾ നെവിനോട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ ഷാനവാസിന് മനസ്സിലായി അതിലും നോറെ സ്റ്റക്കായി എന്നുള്ളത്. അതുകൊണ്ട് അവർ സ്റ്റക്കാവണ്ട, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതിലേക്ക് പെർമിഷൻ കൊടുത്തത് അവിടെ സംസാരിക്കാനായിട്ട്. അങ്ങനെ പെർമിഷൻ കൊടുത്ത് അവർക്കൊരു വിഷയം വന്നപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ, ഒരു പെങ്ങളാണ്, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലോസ് ആയിട്ട് കാണുന്നവരുടെ ഭാഗത്ത് നമുക്ക് ബാക്ക് സ്റ്റാബ് കിട്ടുമ്പോഴുള്ള പെയിൻ വളരെ പെയിൻഫുൾ ആണ്. അതുകൊണ്ടാണ് അവിടെ അതിലേക്ക് അങ്ങനെ ഒരു സ്പേസ് കൊടുത്തത് പറയാനായിട്ട്. പക്ഷെ എന്ത് ചെയ്തു, ആള് നേരെ തിരിഞ്ഞു, നല്ല രീതിയിൽ തിരിഞ്ഞു. നോറയ്ക്ക് പിന്നെയും മനസ്സിലായിട്ടുണ്ട് ഇതാ ഷാനവാസിന്റെ ഭാഗത്ത് സത്യമുണ്ട്, പുള്ളി നിഷ്കളങ്കനാണ്, പുള്ളി പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ളത്. പക്ഷെ അതിലത് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് റോങ് ആയിട്ട് തന്നെയാണ് ആ സാധനം അവിടെ പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൽ പുറത്തേക്ക് എന്നുള്ള ഒരു കാര്യം അവിടെ ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൊടുത്ത ഗെയിം ടാസ്ക് ഒരു അഹങ്കാരി ഗെയിം ടാസ്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് റിയാസ് വന്നതിന് ശേഷം റിയാസിന്റെ വാക്കുകൾ കേട്ടിട്ട് റിയാസിന്റെ വാക്ക് കേട്ട് തിരിഞ്ഞു നേരെ തിരിഞ്ഞു. അത് ഞാൻ നെവിനായിട്ട് സംസാരിച്ച് നെവിനായിട്ടുള്ള കാര്യം കേട്ടപ്പോൾ തിരിഞ്ഞു. അപ്പോൾ നല്ല രീതിയിലൊരു ഒരു ക്യാരക്ടർ ഇല്ലായ്മയുള്ള രീതിയിലുള്ള ഒരു സാധനമാണ് ഇത്തവണ അതിലയുടെ ഈ ഒരു വീക്കിൽ അതിലയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് വന്നിരിക്കുന്നത്. ഈ അഹങ്കാരി ക്യാരക്ടർ പുറത്തുള്ള ആളുകൾക്ക് ഗെയിം ടാസ്ക് ആയിട്ട് എടുത്താൽ ഓക്കെ, അല്ലാത്ത പക്ഷം ഇത് ഭയങ്കര വിഷയം ഉണ്ടാവും. അതേപോലെ തന്നെ ഷാനവാസിന്റെ കേസിൽ അതിലേക്ക് കാണിച്ചു വച്ചിരിക്കുന്ന ഈ ഒരു ബോധമില്ലായ്മ അല്ലെങ്കിൽ നിലപാടില്ലായ്മയും അതും അതിലെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. നോറ എന്ന് പറയുന്ന ആൾക്ക് ഷാനവാസ് ഇത് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നോറ കരയുന്നുണ്ട്. നോറ കുറച്ചും കൂടി ഒരു അറ്റാച്ച്ഡ് ആണ്, ഒരു ഇന്റിമസി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിലുള്ള വിഷയം ഇനിയിപ്പോൾ ലാലേട്ടൻ വന്ന് പറയുമ്പോൾ അതിലിപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസിന് ദേഷ്യം വന്നിട്ട് ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് കണ്ടിട്ടാണ് യക്ഷി എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അത് ഷാനവാസിന്റെ ഭാഗത്ത് സത്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ നെവിന്റെ മിസ്ബിഹേവിംഗ് എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, അത് ഒരു സെക്സ്വൽ ഇത് കാണിച്ചു അല്ലെങ്കിൽ കയറി പിടിച്ചതിനേക്കാൾ ഉപരി എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പോൾ നമ്മുടെ തോളത്തൊന്ന് കയറ്റിരിക്കുക, ചിലപ്പോൾ നമ്മളിന്ന് തൊടുക, അതൊക്കെ ചിലപ്പോൾ നമുക്ക് അത്ര ഇഷ്ടമല്ലായിരിക്കും. വിത്തൗട്ട് കൺസെന്റ് തൊടുന്നതൊന്നും ചിലപ്പോൾ ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ ചിലവരുടെ ബോഡി ടച്ചിങ് ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അത് ഷാനവാസിന് അവിടെ ഒരു ഡിസ്കംഫർട്ട് തോന്നിയോണ്ടാണ്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുക തന്നെ വേണം. അത്ര ഇപ്പൊ അനീഷിനെ ശ്രദ്ധിച്ചില്ല, അനീഷിനെ ഒരു ഓവർ ടച്ച് ഒന്നും അനീഷിന് ഇഷ്ടമല്ല. അപ്പൊ ഷാനവാസ് എന്തോ ആയിക്കോട്ടെ, 45 വയസ്സുള്ള കുലപുരുഷൻ എന്നുള്ള രീതിയിലൊക്കെ അക്ബർ സംസാരിക്കുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, അദ്ദേഹത്തിന് നെവിന്റെ ഭാഗത്ത് നിന്നുള്ള ടച്ച് നോർമൽ ടച്ച് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിലും ഷാനവാസിന് അത് ഇഷ്ടമല്ലെങ്കിൽ അത് മിസ്ബിഹേവ് തന്നെയാണ്. അത് ഷാനവാസിന്റെ പേഴ്സണൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ പേഴ്സണൽ അഭിപ്രായമാണ്. അതിനെ പോയിന്റ് ചെയ്യാൻ ആർക്കും ഒരു റൈറ്റ് ഇല്ല അവിടെ. എന്തായാലും ഒരു ആളുകളുടെ ഒരു വെറുപ്പ് കുറച്ച് അതിലോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ നെവിന്റെ കാര്യം അല്ലെങ്കിൽ നെവിനോ ഷാനവാസ് ഈ ആഴ്ച ക്വിറ്റ് ചെയ്തില്ലെങ്കിൽ ആദിലയുടെ കാര്യം കട്ടപ്പുറത്ത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക.